വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് സോവിയറ്റ് മൊണ്ടാഷ് ആൻഡ് ഇറ്റാലിയൻ നിയോ റിയലിസം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. സോവിയറ്റ് മൊണ്ടാഷ് തിയറി അതുപോലെ തന്നെ ഇറ്റാലിയൻ നിയോ റിയലിസം എന്നുള്ളത് ഷെയർ സം കോമൺ ഗ്രൗണ്ട് ആൻഡ് ഇൻഫ്ലുവൻസ്. സോവിയറ്റ് മൊണ്ടാഷ് എന്നുള്ളത് ഫിലിം മേക്കിങ്ങിലെ ഒരു തിയറിയാണ്. എംബസൈസ് ചെയ്യുന്നുള്ളത് സോവിയറ്റ് മൊണ്ടാഷ് എംബസൈസ് ചെയ്യുന്നുള്ളത് ദ പവർ ഓഫ് എഡിറ്റിംഗ്. എന്തിനെന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് ന്യൂ മീനിങ്സ് ബൈ ജസ്റ്റാപ്പോസിങ് ഇമേജസ്. ഇറ്റാലിയൻ നിയോ റിയലിസം എന്നുള്ളത് ഒരു മൂവ്മെൻ്റ് ആണ്. ഈ ഒരു മൂവ്മെൻറ്റ് എമേർജ് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. ഈ ഒരു മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ റിപ്രസെൻറ്റിങ് എവറിഡേ ലൈഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റീസ് വിത്ത് എ ഡോക്യുമെൻ്ററി ലൈക്ക് സ്റ്റൈൽ. സോവിയറ്റ് മൊണ്ടാഷ് തിയറി എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുള്ളത് എഡിറ്റിംഗ് ആണ്. സോവിയറ്റ് മൊണ്ടാഷ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1920-ലാണ്. എംബസൈസ് ചെയ്യുന്നുള്ളത് ദ പവർ ഓഫ് എഡിറ്റിംഗ്. എന്തിനെന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് ന്യൂ മീനിങ്സ് ആൻഡ് ഐഡിയാസ് ത്രൂ ദ ജസ്റ്റാപ്പൊസിഷൻ ഓഫ് ഷോർട്സ്. കീ ഫിഗേഴ്സ് എന്നുള്ളത് സെർഗി ഇസൻസ്റ്റീൻ, Dizga Vertov and Podovkin were key figures in the development of Soviet Mondash theory. സോവിയറ്റ് മൊണ്ടാഷ് എന്നുള്ള ആ ഒരു തിയറി ബ്രോട്ട് ചെയ്യുന്നുള്ളത് ഫോർമലിസം ടു ബിയർ ഓൺ ഫിലിം മേക്കിംഗ്, ട്രീറ്റിംഗ് എഡിറ്റിംഗ് ആസ് എ പ്രൈമറി മീൻസ് ഓഫ് എക്സ്പ്രഷൻ. എഡിറ്റിങ്ങിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത്? ആസ് എ പ്രൈമറി മീൻസ് ഓഫ് എക്സ്പ്രഷൻ. എക്സാമ്പിൾ എന്നുള്ളത് ഇസൻസ്റ്റീൻസ് ഒക്ടോബർ എന്നുള്ള ആ ഒരു ഫിലിമാണ് ഇതിനൊരു എക്സാമ്പിൾ എന്നുള്ളത്. ഈസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് സോവിയറ്റ് മൊണ്ടാഷ്. ഇറ്റാലിയൻ നിയോ റിയലിസം ഫോക്കസ് ചെയ്യുന്നുള്ളത് റിയലിസം. ഇറ്റാലിയൻ നിയോ റിയലിസം എന്നുള്ളത് എമേർജ് ചെയ്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ എയിം എന്നുള്ളത് ടു റിപ്രസെൻറ്റ് ദ ലിവ്സ് ആൻഡ് സോഷ്യൽ റിയാലിറ്റീസ് ഓഫ് ഓർഡിനറി ഇറ്റാലിയൻസ് വിത്ത് എ ഡോക്യുമെൻ്ററി ലൈക്ക് സ്റ്റൈൽ. ഇറ്റലിയിലത്തെ സാധാരണ ജനങ്ങളുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിതവും റിപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ലൂസ് സ്റ്റോറി ടെല്ലിംഗ്. ന്യൂ റിയലിസ്റ്റ് ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും ഫ്യൂച്ചേർഡ് ലൂസ് എപ്പിസോഡിക് സ്ട്രക്ചേഴ്സ് മൂവിങ് അവേ ഫ്രം ട്രഡീഷണൽ ഹോളിവുഡ് സ്റ്റോറി ടെല്ലിംഗ്. ട്രഡീഷണൽ ഹോളിവുഡ് സ്റ്റോറി ടെല്ലിങ്ങിൽ നിന്നൊക്കെ മാറിയിട്ട് എപ്പിസോഡിക് സ്ട്രക്ചറായിട്ടും ലൂസായിട്ടാണ് ഈ ഒരു ഫിലിം എന്നുള്ളത് ഫ്യൂച്ചറായിട്ടുള്ളത്. റിയൽ ലൊക്കേഷൻസ് ആൻഡ് നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ്. ഇവർ യൂസ് ചെയ്യുന്നുള്ളത് ആക്ച്വൽ ലൊക്കേഷൻസ് ആൻഡ് നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ടു എൻഹാൻസ് ദ സെൻസ് ഓഫ് റിയലിസം. റിയലിസം കൊണ്ടുവരാനായിട്ട് ഇവർ നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സും അതുപോലെ തന്നെ ആക്ച്വൽ ലൊക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ തീംസ്. ന്യൂ റിയലിസ്റ്റ് ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് സോഷ്യൽ തീംസ് അതുപോലെ തന്നെ സ്ട്രഗിൾസ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. അക്കോർഡിംഗ് ടു ബ്രിട്ടാനിക്ക ആൻഡ് ഇന്ത്യ ഫിലിം ഹെസ്റ്റൽ. ന്യൂ റിയലിസ്റ്റ് ഫിലിംസ് പലപ്പോഴും സോഷ്യൽ ഇഷ്യൂസും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ സ്ട്രഗിൾസൊക്കെയാണ് എന്ത് ചെയ്യുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഇനി കീ ഫിഗേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ റോബർട്ട് റൊസലിനി, വിറ്റോറിയോ ഡ സിക്ക ആൻഡ് ലുച്ചിനോ വിസ്കോണ്ടി were key figures in the development of Italian neo-realism. ഇനി എക്സാമ്പിൾസ് എടുത്തു നോക്കുകയാണെങ്കിൽ ബൈസൈക്കിൾ തീവ്സ് ബൈ വിറ്റോറിയോ ഡെ സിക്ക ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഇറ്റാലിയൻ നിയോ റിയലിസം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു സോവിയറ്റ് മൊണ്ടാഷ് നിയോ റിയലിസം എന്നുള്ള ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.